ഉണ്ടാവുക എന്നുകൂടി കണ്ടുകൊണ്ട് നമ്മൾ ഈ നോവലിനെ സമീപിക്കുകയാണെങ്കിൽ അത് പല സമയത്തും നമ്മൾ ചിത്രകലയെ കുറിച്ചും ശില്പകലയെ കുറിച്ചും സമൂഹത്തിലെ എല്ലാ ക്രിട്ടിക്കൽ അസസ്മെന്റിനെ കുറിച്ചും ആലോചിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഒരു കാലത്ത് നമ്മൾ മനോഹരമാണെന്ന് പറഞ്ഞ പലതും വളരെ മോശമാണ്, പലരും മോശമാണ് എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് പിന്നീട് റീഅസസ്മെന്റ് നടത്താം. അത് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികത ഒരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഞാൻ പൊയ്കയിൽ അപ്പച്ചൻ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കൊരു ധാരണ. ആകെ അറിയുന്ന വില്ലുവണ്ടിയുടെ സമരത്തെ കുറിച്ച് അറിയാമായിരുന്നു, നാരായണ ഗുരുവിനെ കുറിച്ച് അറിയാമായിരുന്നു, അങ്ങനെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച്. പക്ഷേ ഇത് ഒരു പ്രത്യേക സാംസ്കാരിക ഘട്ടത്തിൽ ഇവരെല്ലാം കേട്ട് കടന്നു വരികയും പൊയ്ക അപ്പച്ചൻ വളരെ പ്രധാനിയായിരുന്നു നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു മാറ്റം വരുന്നത് അങ്ങനെയാണ്. സമൂഹത്തിന്റെ ഒരു പ്രത്യേക സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഒരു കാര്യം നമ്മളെ രണ്ടാമത് ചിന്തിപ്പിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രചോദനങ്ങളിലൂടെയാണ് ചിത്രകലയായാലും നോവലാണെങ്കിലും